നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF-നെതിരെ രൂക്ഷ വിമർശനവുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. UDF അധികാരത്തിൽ വരുമെന്ന സർവേ ഫലങ്ങളെ അദ്ദേഹം തള്ളി. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി സർക്കാർ വരും, ഒരുപക്ഷെ അത് തന്റെ ആഗ്രഹമായിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷം ഒരുപാട് സഹായങ്ങൾ ചെയ്തു, ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും LDF വരുമെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ആണ് പറയേണ്ടത്, ലീഗല്ല. UDF അധികാരത്തിലെത്തിയാൽ ലീഗായിരിക്കും ഭരണം നടത്തുക. മാറാട് ആവർത്തിക്കും. ലീഗിന്റെ മുഖ്യമന്ത്രി വന്നാലും അത്ഭുതപ്പെടാനില്ല. പെട്ടി പൊട്ടിച്ചാൽ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറയും. ഇടതുപക്ഷം തോറ്റാൽ ജനാധിപത്യം തോറ്റു എന്നാണ് അർത്ഥം. അവിടെ മതാധിപത്യം ജയിക്കും. സർവേ ഫലങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ജനവികാരം പരിഗണിച്ചാകും UDF തീരുമാനങ്ങൾ കൈക്കൊള്ളുക. എക്സിറ്റ് പോൾ ഫലം ആത്മവിശ്വാസം നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിൽ ലീഗിന് നല്ല പരിഗണന മന്ത്രിസഭയിൽ ലഭിച്ചിട്ടുണ്ട്. ഒന്നും ചോദിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അർഹതപ്പെട്ടത് കിട്ടും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ല. ലീഗിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് ലീഗ് തന്നെയാണ്. എക്സിറ്റ് പോളിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ UDF-ന് ലഭിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പാമ്പുകടിയേറ്റ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. ഇളയിരിത്തട്ടിലെ ശരത് അജിത ദമ്പതികളുടെ മകൾ ഋതുചന്ദ്രയാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുട്ടിക്ക് പാമ്പുകടിയേറ്റത്. മൂർഖനാണ് കുട്ടിയെ കടിച്ചതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. അവശനിലയിലായ കുട്ടി പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും ഗുരുതരാവസ്ഥയിലായിരുന്നു. അപ്പോഴേക്കും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ബേപ്പൂരിൽ തോറ്റാൽ മൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് മാനാഞ്ചിറ റോഡ് വഴി നടക്കുമെന്ന് UDF സ്ഥാനാർത്ഥി PV അൻവർ. മറിച്ച് സംഭവിച്ചാൽ റിയാസ് കമ്മലിടണ്ട, മൊട്ടയടിച്ചാൽ മതി. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ റിയാസ് തയ്യാറാണോ എന്നും അൻവർ ചോദിച്ചു. 65,000-ന് മുകളിൽ റിയാസിന് വോട്ട് കിട്ടില്ല. തനിക്ക് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും. ന്യൂനപക്ഷ ഏകീകരണമല്ല നടന്നത്, പിണറായിക്കെതിരായ ജനങ്ങളുടെ ഏകീകരണമാണ് നടന്നത്. മതേതര വിശ്വാസികളെല്ലാം UDF-ന് വോട്ട് ചെയ്തു. അതിൽ ഇടത് വോട്ടുകളുമുണ്ട്. ഓരോ മണ്ഡലത്തിലും 10,000 പിണറായി വിരുദ്ധ വോട്ടുകളുണ്ട്. അതെല്ലാം UDF-ന് ലഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ LDF-ന്റെ തോൽവിക്ക് കാരണം റിയാസ് ആണെന്നും അൻവർ ആരോപിച്ചു. എറണാകുളത്ത് ട്രെയിനിൽ കയറുന്നതിനിടെ യുവതി വീണു മരിച്ചു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാല് വഴുതി വീണ് യുവതി മരിച്ചത്. കൊല്ലം സ്വദേശിയായ ചിപ്പിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ വഞ്ചനാട് എക്സ്പ്രസിൽ കയറാൻ ശ്രമിക്കവെയാണ് യുവതി ട്രെയിനിനടിയിലേക്ക് വീണത്. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടം സംഭവിച്ചതിനാൽ 1 മണിക്കൂർ വൈകിയാണ് ട്രെയിൻ പുറപ്പെട്ടത്. കുംഭമേള വൈറൽ താരത്തിന്റെ പരാതിയിൽ മണിപ്പൂരി സംവിധായകനെതിരെ കേസെടുത്ത് എറണാകുളം സെൻട്രൽ പോലീസ്. പോക്സോ വകുപ്പടക്കം ചുമത്തിയാണ് കേസ്. തനിക്ക് 17 വയസ്സുള്ളപ്പോൾ മണിപ്പൂർ ഡയറി സിനിമയുടെ സംവിധായകൻ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ചിലർ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. പരാതിയിൽ 0 FIR പോലീസ് രജിസ്റ്റർ ചെയ്തു. പരാതി മധ്യപ്രദേശ് പോലീസിന് കൈമാറും. അതേസമയം സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരായ ആരോപണങ്ങളുമായി പെൺകുട്ടി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പലതവണ ശരീരത്തിൽ കയറി പിടിച്ചെന്നും സെറ്റിൽ വെച്ച് ഒരുപാട് തവണ മോശമായി പെരുമാറിയെന്നും വാർത്താ സമ്മേളനത്തിൽ പെൺകുട്ടി പറഞ്ഞിരുന്നു. അതേസമയം പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് മധ്യപ്രദേശ് പോലീസ്. മാർച്ച് 11-നായിരുന്നു പെൺകുട്ടിയും ഫർമാൻ ഖാനും വിവാഹിതരായത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ വാദം. കളമശ്ശേരിയിൽ വൻ രാസലഹരി വേട്ട. 30 ഗ്രാം MDMA-യുമായി സിദ്ദിഖ് എന്ന യുവാവിനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. കളമശ്ശേരി വട്ടേക്കുന്നം CP നഗറിൽ നിന്നുമാണ് വടക്കൻ പറവൂർ സ്വദേശിയായ സിദ്ദിഖ് പിടിയിലായത്. വൈറ്റ് കോളർ ലഹരി പാർട്ടി സംഘത്തിൽപ്പെട്ടയാളാണ് സിദ്ദിഖ്. തൃക്കാക്കരയിൽ നിന്ന് പിടിയിലായ ലഹരി വിൽപ്പന രംഗത്തെ മുഖ്യകണ്ണി കെവിൻ മാത്യുവിൽ നിന്നും ലഹരി വാങ്ങിയ ഒരാളാണ് സിദ്ദിഖ്. കെവിനെ ചോദ്യം ചെയ്ത ശേഷമാണ് സിദ്ദിഖിലേക്ക് ഡാൻസ് ഓഫ് സംഘം എത്തിയത്. ആനക്കല്ലിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയതായി കേസ്. അവണശ്ശേരി സ്വദേശി ഉണ്ണിമായയാണ് മരിച്ചത്. സംശയത്തെ തുടർന്ന് ഉണ്ണിമായയെ ഭർത്താവ് ശിവപ്രസാദ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നിഗമനം. ശിവപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ മാർക്കറ്റിൽ ഹോൾസെയിൽ പച്ചക്കറിക്കട നടത്തുന്നയാളാണ് ശിവപ്രസാദ്. ഉണ്ണിമായ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. രാവിലെ ജോലിക്ക് പോകാനൊരുങ്ങിയ ഉണ്ണിമായ മുറിയിൽ പ്രവേശിച്ചപ്പോഴാണ് സംഭവം. സംഭവ സമയം ശിവപ്രസാദിന്റെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. ഉണ്ണിമായയെ കൊന്നുവെന്ന് ശിവപ്രസാദാണ് അമ്മയോട് പറഞ്ഞത്. തുടർന്ന് ഇവരുടെ നിലവിളി കേട്ട് അയൽവാസികൾ എത്തുകയായിരുന്നു. ഇവർക്ക് 4 വയസ്സുള്ള പെൺകുഞ്ഞുണ്ട്. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ വിവാഹാഘോഷത്തിന്റെ ഭാഗമായി വെച്ച DJ സംഗീതത്തിന്റെ അമിത ശബ്ദം കേട്ട് 140 കോഴികൾ ചത്തു. പ്രദേശവാസിയായ ബബ്ബൻ വിശ്വകർമ്മയുടെ മകളുടെ വിവാഹാഘോഷയാത്ര കടന്നുപോയപ്പോഴായിരുന്നു സംഭവം.
ഫാം ഉടമ സാബിർ അലി നൽകിയ പരാതിയിൽ DJ ഓപ്പറേറ്റർ കവി യാദവിനെതിരെ പോലീസ് കേസെടുത്തു. DJയിൽ നിന്നുള്ള അസഹനീയമായ ശബ്ദം കോഴികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയെന്ന് സാബിർ പറഞ്ഞു. ശബ്ദം താങ്ങാനാവാതെ 140 കോഴികൾ ചത്തുവീഴുകയായിരുന്നുവെന്ന് അദ്ദേഹം പരാതിയിൽ പറയുന്നു. നിശ്ചിത പരിധിയിൽ കൂടുതൽ ശബ്ദം DJ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കടക്കൂട്ടത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ പെൺവാണിഭം എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത താമസക്കാരായ 2 ബംഗ്ലാദേശി യുവതികളെയും കൂടെയുണ്ടായിരുന്ന 6 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗ്ലാദേശികളായ സുമി, ഇദ്ഖാനൂൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം സ്വദേശി പുഷ്പ, കാട്ടാക്കട സ്വദേശി സുദീപ്, കർണാടക സ്വദേശി ഡാനിയൽ, വർക്കല സ്വദേശി നൌഫിയ, ബാംഗ്ലൂർ സ്വദേശി മധുമതി, പശ്ചിമ ബംഗാൾ സ്വദേശി മൗസ്മി ബിസ്വാൾ എന്നിവരും സംഘത്തിലുണ്ട്. കാര്യവട്ടം മേനല്ലൂരിൽ 2 ആഴ്ച മുൻപാണ് ഈ സംഘം ഇരുനില വീട് വാടകയ്ക്കെടുത്തത്. വാടക വീട്ടിൽ നിന്ന് 2 കാറുകളും നിരവധി മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടനിലക്കാരി വഴി ആയുർവേദ ഡോക്ടർമാരാണെന്ന് പറഞ്ഞാണ് 35,000 രൂപയ്ക്ക് വീട് വാടകയ്ക്കെടുത്തത്. കസ്റ്റഡിയിലെടുത്ത് ഇവരെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.